ഇനി എന്തെങ്കിലും വേണോ? വേണ്ടേച്ചി ഇത് മതി. ഇന്നലെ മുതൽ കാണുന്നുണ്ടല്ലോ ഉമ്മാരെ ഇവിടെ. തൃപ്താരല്ല എന്നാ പോകുന്നത്. ആരാണ് ചേച്ചേ? പോയി നോക്കടാ ബാബു. നമ്മളെ തേടി വന്ന ഒരാളാ തിരുവമ്പാട് ജോസും ടീമോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് വേർക്കേണ്ടി വരും. നമുക്കൊരു കളി നോക്കാം. വാ. ചേച്ചിക്ക് പോഷിക്കണോ? ജയ അവര് കരുതി കൂട്ടിട്ട് തന്നെ ഇവിടെ അവരെ വരവ്. ജോസേ, നീ എന്നെയും തേടിയുള്ള വരവാണല്ലടാ അത്. വരേണ്ടി വന്നു. ഒരാഴ്ച മുന്നേ നീ ഒരുത്തരം പഞ്ഞി കിട്ടില്ലേ, അതിന് മടക്കി തരാൻ വന്നാടാ. അങ്ങനെ ജന പണിയാനുള്ള ചങ്കുറപ്പുണ്ടാ. പിടിച്ചു മാറ്റിക്കൂടെ ഇവിടുന്ന്? ആ നന്നായി. അത് വാടക കൊലയാളികളാ മോളെ. കമ്പ് തല്ലി ചത്തോളും. കൊട്ടേഷൻ ടീമാ. എനിക്ക് പേടിയാണ്. നമുക്ക് പോവാ. എന്നാ ശരിയടി, വിളിക്കേ. എടി, ഈ കൊട്ടേഷൻകാർ എന്ത് പറഞ്ഞാലും ചെയ്യോ? കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് കേട്ടിക്കണത്. എന്തേ? ഒന്നുമില്ല, ചോദിച്ച. ഞാൻ പോവാണ്. കുറെ നേരമായല്ലോ. ആരെയാ തരുന്നേ? ഒന്നുമില്ല കേട്ടോ, വെറുതെ. ഇന്ന് രാവിലെ ഇവിടെ നല്ല അടിയായിരുന്നു അല്ലേ? വയസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ മടിക്കാത്ത കുറെ അമ്മമാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണോ? അവിടെ ആ വളവില ഒരുത്തൻ്റെ വീട്. ജയൻ വലിയ കൊട്ടേഷൻ നേതാവെന്ന് പറയുന്നു. ചെറ്റകൾ. പരിസരബോധമില്ലാത്ത ഈ കൂടി നീ എന്നാ ഈശ്വര നിർത്തുക? ഞാൻ ചത്തിട്ടാവാടി. മതിയോ? എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുടിക്കുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. ഇവിടെ ആരാടി ചോദിക്കാൻ? എൻ്റെ ഒരു വിധി. എന്താ അച്ഛാ? അച്ഛൻ ഈ കുടിയും വഴക്കൊക്കെ നിർത്തിക്കൂടെ? അച്ഛൻ നിർത്തൂ. മോളത്തേക്ക് പോ. ആരാ? ജയേട്ടൻ. ജയൻ ഞാൻ തന്നെയാ. എന്നെ ഒന്ന് സഹായിക്കോ പ്ലീസ്? സഹായിക്കാം, പക്ഷെ പണം വേണം. തരുമോ? എത്രയാ? ജോലി എന്താണെന്നറിയണം. എനിക്കൊരാളെ കൊല്ലണം. കൊല്ലാനോ? കാരണം അറിയാണ്ട് ജയൻ ആരും കൊല്ലാറില്ല. രമേശൻ നാട്ടിലെ ഓട്ടോക്കാരനാ. അങ്ങനെ പരിചയപ്പെട്ടെ. പക്ഷെ ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തല ആൾക്കൊപ്പം ചെല്ലാൻ. എൻ്റെ ഭർത്താവിൻ്റെ മക്കളെയൊക്കെ വിട്ട് ആൾക്കൊപ്പം ചെന്നില്ലെങ്കിൽ എന്നെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വരെ എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. എന്നാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ ഞായറാഴ്ച നമുക്ക് ബോംബെ പോവാം. ബോംബെ മഹാനഗരത്തിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് നമുക്കെങ്ങനെ ജീവിക്കുക. എന്തേ, ഈ വരൂല എൻ്റെ കൂടെ? പ്ലീസ്, എന്നെ വെറുതെ വിടണം. എൻ്റെ ഭർത്താവിന് മോൾക്കുമൊപ്പം ഇവിടെ ജീവിക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങളാ എൻ്റെ ജീവിതം തകർക്കരുത്. ഛേ, എന്താ ഇത്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. സത്യമായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. ആ, ഞാൻ വരൂല. എൻ്റെ കെട്ടണി മുഴുവൻ ഞാൻ എങ്ങും വരൂല. എന്നാ ശരി, നിന്നെ നിന്റെ കുടുംബത്തെ ജീവിക്കാനാണ് അനുവദിക്കലേ. പച്ചക്ക് കത്തിക്കുന്നേ. ആ
നാളത്തെ പ്രഭാതം അവൻ കാണില്ല. ഇത് ജയന്റെ വാക്കാ. അപ്പൊ പൈസ? പൈസ അത് പണി കഴിഞ്ഞിട്ട് മതി. മോളിപ്പം പൊക്കോ. ഈ പാപത്തിന് ഫലം ഞങ്ങൾക്ക് വേണ്ട ജയേട്ടാ. ഇത് ദൈവം പോലും പൊറുക്കൂല. ഇതെന്റെ ജോലിയാ, അങ്ങനെ കണ്ടാ മതി. അടിയും പിടിയൊന്നും നമുക്ക് വേണ്ട അച്ഛാ. അച്ഛന് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാ പോരെ? ഇത് ഏറ്റെടുത്തതും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതോടുകൂടി അച്ഛൻ നിർത്തും. പോരെ? ഹലോ, രമേശനല്ലേ? ആ ഒരു ഓട്ടം പോകണ്ടായിരുന്നു. ഞങ്ങളിവിടെ മുണ്ടക്കൽ റോഡിലുണ്ട്. ആയിക്കോട്ടെ, ശരിയോ. കപ്പ വന്നേ. ആ അവൻ വന്നിരിക്കുന്നു. ബാങ്ക് വാ. പച്ചക്കാട്ടില് ആരെ കാണാനാ? സ്നേഹ ആളെ പേര് മന്മഥൻ. അയാൾക്കെന്താ പരിപാടി? അതൊക്കെ തന്നോട് പറയണോ? ആ വണ്ടി ഇടറോ. ഞാൻ വെറുതെ ചോദിച്ചാ. ഏട്ടാ, ഇതങ്ങൾ പറഞ്ഞ സ്ഥലം. അയ്യോ, അത് അവിടൊക്കെ പൊളിച്ചിട്ടേട്ടാ. ആന്ന് സാലയുടെ നമുക്ക് പൈസ ഞാൻ തരാം. നീ വിട്ടോ, ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോലേട്ടാ, വളരെ ബുദ്ധിമുട്ടായിട്ടാ അങ്ങോട്ട് പോകാൻ. എന്റെടാ നമുക്ക് എന്ത് കളിക്കുന്നു? എന്ത് കളിക്കുന്നു? അയ്യോ. കേട്ടടാ. നിർത്തടാ. തന്നെ കൊല്ലാൻ പോവാ. എന്തിനാന്നറിയോ? ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ ഇതൊരു രസത്തിലാടാ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാടാ കളി. കണക്കോളെ ബോംബെക്ക് കൊണ്ടുപോകണല്ലേ? ബോംബെയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് മതി. ചാവാ നേരത്തെ എന്തിനാടാ വെള്ളം? ജയേട്ടാ, ഇതാ ഇവളെ നീ അറിയോ? ഇവളാ നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ തന്നെ. ഭാര്യ. അച്ചു,
എന്തേ ഇന്ന് നേരത്തെ? ഒരു ക്ഷീണം പോലെ. ആരപ്പോ ഇവിടുന്ന് പോയേ? ഓ അതുവരെയാണല്ലോ നേരത്തെ വന്നേ. എന്താ ചുണ്ണിനൊക്കെ പറയുന്നേ? സന്തോഷമുണ്ടാ. ഇയാൾക്കൊപ്പമുള്ള ജീവിതം ഭയങ്കര ഹാപ്പിയാണല്ലോ. ഒരു എൻജോയ്മെന്റ് ഇല്ലാതെ ഇവിടെ തളച്ചിടാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലായി. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അമ്മയാവണമെന്ന്. അത് ഞാൻ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ മരുന്ന് കുടിക്കണ്ടേ? ഇത് ശരിയാവും. നിങ്ങൾക്ക് ശരിയാവുന്നവരെ എനിക്ക് കാത്തിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അച്ചു, നീയില്ലാതെ ഞാൻ എന്നെ അത്രക്ക് സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ. സ്നേഹം ജാതക പൊരുത്തം നോക്കി കെട്ടിയതാ. എന്നെക്കാളും ഇരട്ടി വയസ്സ്. ഒരു കുഞ്ഞിനെ പോലും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. നീ എന്ത്? നിന്നെ പിരിയാൻ കഴിയൂല. എന്നാ എനിക്ക് കഴിയും. നിന്നെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കണം. തടസ്സമായി നിൽക്കരുത്. ജയ, അയാൾ പറഞ്ഞത് ശരിയാവോ? എവിഡൻസ് എന്തെങ്കിലും? ജയ, ശരിയാണല്ലോ. അവള് നമ്മളെ ചതിച്ചതാ. വാ. നമ്മളെ തേടി ഇനി ഏതെങ്കിലും ചളി വരാനുണ്ടോ? ആശയല്ലേ ഇപ്പൊ തീർന്നു കാണും.